Hi everyone, welcome to Krish Talks. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് വോൺ യു സെലിബ്രേറ്റ് വിത്ത് മീ എന്നുള്ള ഒരു പോയം. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ലൂസിലെ ക്ലിഫ്റ്റൺ എന്ന് പറയുന്ന പോയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കവിതയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം തന്നെ നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോയിറ്റിനെ കുറിച്ചൊന്ന് നോക്കാം. ലൂസിലെ ക്ലിഫ്റ്റൺ വാസ് എൻ ആഫ്രിക്കൻ അമേരിക്കൻ പോയിറ്റ്. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തേക്കണേ. ആഫ്രിക്കൻ അമേരിക്കൻ പോയിറ്റ് ആയിരുന്നു നമ്മുടെ ഈ ഒരു കവിത എഴുതിയിട്ടുള്ള ലൂസിലെ ക്ലിഫ്റ്റൺ. ഹെർ വർക്ക് ഫോക്കസ് ഓൺ ആഫ്രിക്കൻ അമേരിക്കൻ എക്സ്പീരിയൻസസ് ആൻഡ് ഫാമിലി ലൈഫ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോയിറ്റിൻ്റെ മിക്ക വർക്കുകൾ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ എക്സ്പീരിയൻസുകളും അവരുടെ ഫാമിലി ലൈഫിനെ കുറിച്ചൊക്കെയാണ്. Then, as a black American, the poet has experienced segregation and racism. അതായത് നമ്മുടെ പോയിറ്റ് ഒരു ബ്ലാക്ക് ആണെന്ന് പറയുന്നുണ്ട്, ബ്ലാക്ക് അമേരിക്കൻ ആണെന്ന് പറയുന്നു. അപ്പോൾ ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്ലാക്ക് എന്ന് ഇതിൽ പോയിറ്റിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല കേട്ടോ. അതിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ് നോൺ വൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ താനൊരു നോൺ വൈറ്റ് ആണ്, പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലും ഒരുപാട് തരത്തിലുള്ള സെഗ്രിഗേഷൻ മീൻസ് ഒറ്റപ്പെടൽ കേട്ടോ. അപ്പോൾ അത്രയും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെടലും അതേപോലെ തന്നെ എന്താണ് റേസിസവും അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ആ ഒരു നോൺ വൈറ്റ് എന്ന് പറഞ്ഞ ടേം ഒന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. During an interview, Lucille Clifton said, "I would like to be seen as a woman whose roots go back to Africa, who tried to honor being human." അതായത് തൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ട് നമ്മുടെ പോയിറ്റ് പറഞ്ഞൊരു കാര്യമാണ്, ആഫ്രിക്കയിലെ വേരുകളുള്ള ഒരു സ്ത്രീ ആയിട്ട് അറിയപ്പെടാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. എൻ്റെ റൂട്ട് എവിടെയായിരിക്കണം? ആഫ്രിക്കയിലെ റൂട്ടായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ എന്നെ എല്ലാവരും അറിയപ്പെടണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരാളായിട്ട് കൂടി, എല്ലാവരെയും കേട്ടോ, മറ്റുള്ളവരെയൊക്കെ ബഹുമാനിക്കുന്ന ഒരാളായിട്ട് കൂടി എനിക്ക് ജീവിക്കണം. അങ്ങനെ വേണം ഞാൻ അറിയപ്പെടാനായിട്ട്, ആഫ്രിക്കയിലെ റൂട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് വേണം ഞാൻ അറിയപ്പെടാനായിട്ട് എന്ന് ആഗ്രഹമുള്ള ഒരു പോയിറ്റ് കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പോയിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ പോയിറ്റ് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ ആണ്. അപ്പോൾ അവർ രണ്ട് രീതിക്കുള്ള പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരുന്നിരുന്നത്. ഒന്ന്, താൻ ഒരു നോൺ വൈറ്റ് ആണ് എന്നുള്ളത്, നോൺ വൈറ്റ് മീൻസ് ബ്ലാക്ക് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പം നോൺ വൈറ്റ് ആണ് എന്നുള്ളതിൽ നിന്നും പിന്നെ ഒരു സ്ത്രീ എന്നുള്ളതിൽ നിന്നും ഒരുപാട് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും പ്രശ്നങ്ങളും ഒക്കെ ഈ ഒരു സെഗ്രിഗേഷൻ, അതാണ് നല്ലൊരു ആപ്റ്റ് ടേം, സെഗ്രിഗേഷനും റേസിസം അനുഭവിച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പോയത്തിനെ കുറിച്ചൊന്ന് നോക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം രീതിക്ക് കണക്ട് ചെയ്യുന്നൊരു പോയം തന്നെയാണ് നമ്മുടെ ഈ ഒരു വോൺ യു സെലിബ്രേറ്റ് വിത്ത് മീ എന്നുള്ള ഒരു പോയം. സോ ഈ ഒരു കവിതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് സമ്മറി നമുക്ക് ആദ്യം നോക്കാം. ദ പോയം അഡ്രസ്സസ് റേസിസം ആൻഡ് ജെൻഡർ ഇനീക്വാളിറ്റി. അപ്പം നമ്മുടെ ഈ ഒരു കവിതയുടെ തീമായിട്ട് വരുന്നതും റേസിസവും ജെൻഡർ ഇനീക്വാളിറ്റിയും തന്നെയാണ്. അപ്പം നമ്മുടെ ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് 1960-കളിലാണ്, 1960s. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ സിവിൽ റൈറ്റ് മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതേപോലെ തന്നെ ബ്ലാക്സ് ഒക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള ക്രൂവലായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഡിസ്ക്രിമിനേഷൻസ് അനുഭവിച്ചിട്ടുണ്ട്. സോ ആ ഒരു ടൈമിൽ എഴുതുന്ന ഒരു കവിതയാണ് നമ്മുടെ ഈ ഒരു കവിത. അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ റേസിസം, ജെൻഡർ ഇനീക്വാലിറ്റി, സ്ത്രീകളെ അത്രയും തന്നെ ഒരു സ്ലേവ്സിനെ പോലെയൊക്കെ കണ്ടിരുന്ന, അല്ലെങ്കിൽ ബ്ലാക്കുകൾ അങ്ങനെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ താനിത് സ്വയം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് നമ്മുടെ പോയിറ്റ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ദെൻ ദ സ്പീക്കർ ഇൻ ദ പോയം ഈസ് ദ പോയിറ്റ് ഹെർസെൽഫ്. അപ്പോൾ നമ്മുടെ ഇതിലെ സ്പീക്കർ എന്ന് പറയുന്നത് പോയിറ്റ് തന്നെയാണ് ഈ ഒരു കവിത പറയുന്നത്. ഇനി ദിസ് പോയം ക്യാൻ ബി കൺസിഡർഡ് ആസ് എ മോഡേൺ സോണറ്റ്, ഓൾദോ ഇറ്റ് ഡസ് നോട്ട് ഫിറ്റ് ഇറ്റ് വിത്ത് ദ ട്രഡീഷണൽ സോണറ്റ് സ്ട്രക്ചർ. നമ്മുടെ ഈ ഒരു കവിത എന്ന് പറയുന്നത് ഒരു മോഡേൺ സോണറ്റിൽ ഉൾപ്പെടുന്ന ഒരു കവിതയാണ്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, എന്താണ് സോണറ്റ് എന്നുള്ളത്? സോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വരികളുള്ള കവിതകളെയാണ് നമ്മൾ സോണറ്റ് എന്ന് പറയാം. 14 ലൈൻസ് കേട്ടോ. 14 വരികൾ മാത്രം ഉണ്ടായാൽ പോരാ, അതിൽ കൃത്യമായിട്ടുള്ള ഒരു റൈമിംഗ് സ്കീം കൂടി ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, 2 സോണറ്റുകളാണ് മെയിൻ ആയിട്ട് നമ്മളുള്ളത്. പണ്ട് നമ്മൾ പറയാറുള്ളത് പെട്രാർക്കിൻ സോണറ്റും ഷേക്സ്പിയറിയൻ സോണറ്റുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ
ഈ സോണറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 14 വരികളുള്ള കവിത. അതിൽ കൃത്യമായിട്ടുള്ള ഒരു റൈമിംഗ് സ്കീമും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് സോണറ്റുകൾ. അപ്പൊ നമ്മുടെ ഈ ഒരു കവിത എന്ന് പറയുന്നത് ഒരു സോണറ്റ് തന്നെയാണ്, 14 വരികളുള്ള കവിതയാണ്. പക്ഷേ ഒരു ട്രഡീഷണൽ സോണറ്റിന്റെ പരമ്പരാഗതമായിട്ട് നമ്മൾ പാലിച്ചു വരുന്ന ഒരു റൂൾസ് ഉണ്ട് അല്ലെ. സോണറ്റ് എന്ന് പറഞ്ഞാൽ ഈ നിയമങ്ങളൊക്കെ പാലിക്കണം എന്നുണ്ട്. അപ്പൊ അത്തരത്തില് സോണറ്റിൻ്റെതായിട്ടുള്ള നോംസ് കാര്യങ്ങളൊന്നും പാലിക്കാതെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. 14 വരികൾ മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊരു മോഡേൺ സോണറ്റ് ആണ്. റിയൽ ആയിട്ടുള്ള സോണറ്റിന്റെ, ട്രഡീഷണൽ സോണറ്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനെ നമുക്ക് നോംസ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ആ ഒരു സോണറ്റിന്റെ നോംസ് ഒന്നും പാലിക്കാതെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോൾ യെസ് ഇതൊരു സോണറ്റ് ആണ്, 14 ലൈൻസ് ഉണ്ട്, പക്ഷെ ബാക്കിയുള്ള നോംസ് ഒന്നും പാലിക്കാതെ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതൊരു മോഡേൺ സോണറ്റ് ആണെന്നുള്ളത് കേട്ടോ. ദെൻ the poem moves from rhetoric to imagery, argument to resolution. അപ്പോൾ നമ്മുടെ ഈ ഒരു കവിത കടന്നു പോകുന്നത് റെറ്റോറിക്കിൽ നിന്ന് ഇമേജറി, പിന്നെ ആർഗ്യുമെന്റിൽ നിന്ന് റെസൊല്യൂഷൻ എന്നുള്ള ഒരു രീതിക്കാണ് ഇത് കടന്നു പോകുന്നത്. Her free verse interpretation of the sonnet shows her rebellion against the norms. Deviation from the norms is the main characteristic of the poem. അപ്പോൾ നമ്മൾ പറഞ്ഞു കൃത്യമായിട്ടുള്ള നോംസ് ഒന്നും പാലിക്കാതെയാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ഫ്രീ വേഴ്സ് ആയിട്ടുള്ള രീതിക്ക് എഴുതിയിരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട് ഇല്ലേ. ഇപ്പൊ പണ്ടൊക്കെ തന്നെ ഈ ബ്ലാക്കിനെ വളരെ രീതിക്ക് വേർതിരിച്ച് നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പരമ്പരാഗതമായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന പലതിനെയും തട്ടി മാറ്റുന്ന രീതിക്കാണ് നമ്മുടെ പോയിറ്റ് ഇവിടെ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സോണറ്റിന്റെ നോംസും മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു നമ്മുടെ പോയിറ്റിന്റെ ഒരു സമരം അല്ലെങ്കിൽ ഒരു റിബല്ലിംഗ് എന്നുള്ള രീതിക്കാണ് ഇങ്ങനെ നോംസിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അതിന്റെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു സോണറ്റ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹെർ ഫ്രീ വേഴ്സ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി സോണറ്റ് ഷോസ് ഹെർ റിബല്ലിംഗ് അഗെയിൻസ്റ്റ് ദ നോംസ്. ഡീവിയേഷൻ ഫ്രം ദ നോംസ് ഇസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പോയം. അതായത് ഞാൻ പറഞ്ഞു പരമ്പരാഗതമായിട്ടുള്ള സോണറ്റിന്റെ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ നോംസ് ഒന്നും ഫോളോ ചെയ്യാതെയാണ് ഈ ഒരു കവിതയിൽ സോണറ്റ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ നിലനിന്നിരുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നമ്മൾ പണ്ട് അങ്ങനെയാണ് അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് അങ്ങനെ തന്നെ തുടരാം എന്ന് പറഞ്ഞ് തുടരുന്ന കുറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ പോയിറ്റിന്റെ ലൈഫിലാണെങ്കിൽ പണ്ട് മുതലേ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് ഫോളോ ചെയ്തിരുന്ന പല നോംസ് ഉണ്ട്. അതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ പോയിറ്റ്. അപ്പൊ അതിനെയൊക്കെ തട്ടി മാറ്റുന്ന രീതിക്കാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വരികളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൈമിംഗ് സ്കീമും ഉൾപ്പെടുന്ന കവിതകളെയാണ് നമ്മൾ സോണറ്റ് എന്ന് വിളിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിന്റെ നോംസ്, അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. സോണറ്റ് ആയിട്ട് ഒരു കവിത എഴുതുമ്പോൾ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്, കുറച്ച് നിയമങ്ങളുണ്ട്. അത് പാലിക്കാതെയാണ് നമ്മുടെ കവി എഴുതിയിട്ടുള്ളത്. അതിനർത്ഥം നമ്മുടെ നിലവിൽ ട്രഡീഷണൽ ആയിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളെയും അവഗണിക്കുക തന്നെ നമ്മൾ വേണം നമ്മുടെ ലൈഫിൽ അല്ലെ. അങ്ങനെയാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സോണറ്റിലെ റൂൾസ് നോംസിനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ, മോഡേൺ ആയിട്ടുള്ള രീതിക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? തൻ്റെ ഒരു സമരം പോലെ, അതായത് പണ്ട് മുതലേ നിലനിന്നിരുന്ന പല കാര്യങ്ങളെ അവഗണിക്കുന്നില്ല അല്ലെങ്കിൽ അവഗണിക്കുന്നു എന്നുള്ള രീതിക്കാണ് നമ്മുടെ ഈ ഒരു കവി എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനി ദ പോയം സ്പീക്കർ റിഫ്ലെക്ട്സ് ഓൺ ഹെർ ഐഡന്റിറ്റി ആസ് എ നോൺ വൈറ്റ് വുമൺ. അപ്പൊ ഇതില് നമ്മുടെ പോയിറ്റ് അല്ലെങ്കിൽ സ്പീക്കർ രണ്ടാളും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു പോയിറ്റ് പറയുന്ന കാര്യം തന്റെ ഐഡന്റിറ്റി എങ്ങനെയാണ് പറയുന്നത്? ഒരു നോൺ വൈറ്റ് വുമൺ ആയിട്ടാണ് പറയുന്നത്. ഞാനൊരു നോൺ വൈറ്റ് വുമൺ ആണ്, ബ്ലാക്ക് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാതെ നോൺ വൈറ്റ് വുമൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നോക്കുമ്പോൾ ദ മേക്കിംഗ് ഓഫ് എ പോയം ഈസ് എ ലോട്ട് ലൈക്ക് ദ മേക്കിംഗ് ഓഫ് എ സെൽഫ്. ഇറ്റ് റിക്വയർസ് അവെയർനെസ്, അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് വില്ലിംഗ്നെസ് ടു കൺസിഡർ ഹൗ വി ആർ ഷേപ്ഡ് ബൈ അവർ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, അവർ ഇൻഫ്ലുവൻസ് ആൻഡ് അവർ ലാംഗ്വേജ്. അതായത് ഈ ഒരു കവിതയിൽ മെയിൻ ആയിട്ട് നമ്മുടെ പോയിറ്റ് പറയുന്നത് ഞാൻ എന്നെ തന്നെ രൂപപ്പെടുത്തി എടുത്തു എന്നാണ് പറയുന്നത്. ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം ഞാൻ എന്നെ രൂപപ്പെടുത്തി എടുത്തു എന്ന് നമ്മുടെ പോയിറ്റ് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ദെൻ വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ ബിഗിൻസ് വിത്ത് എ ക്വസ്റ്റ്യൻ ദാറ്റ് സീംസ് പാർട്ട് ഇൻവിറ്റേഷൻ. അപ്പൊ നമ്മുടെ ഈ ഒരു കവിതയുടെ തുടക്ക ഭാഗത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്.
ആണ്. അതുതന്നെയാണ് നമ്മുടെ ടൈറ്റിലായിട്ട് വരുന്നതും. നിങ്ങൾ എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുമോ ചെയ്യില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊരു ചോദ്യത്തോട് കൂടിയിട്ടാണ്, അതായത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് അല്ലേ, സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ എന്ത് സെലിബ്രേഷനാണ്, എന്തിനാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കവിത വായിക്കുമ്പോൾ മനസ്സിലാവും. ദെൻ ഹെർ ടോൺ ഈസ് ഓൾമോസ്റ്റ് മിഡ് ആൻഡ് അപ്പോളജറ്റിക്. നമ്മുടെ ഈ ഒരു കവിതയുടെ ടോൺ, ആ ഒരു ടോൺ എന്ന് പറയുന്നത് ടിമിഡ് എന്ന് പറഞ്ഞാൽ ധൈര്യമില്ലാതെ എന്നുള്ളൊരു മീനിങ് ആണ്. ദെൻ അപ്പോളജൈസ് ചെയ്യുന്ന രീതിക്കൊക്കെ എഴുതുന്നുണ്ട്, അത് സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ. എൻഡിങ് വരുമ്പം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മുടെ കവി എൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കവിതയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ലൈൻസ് നോക്കി. വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ വാട്ട് ഐ ഹാവ് ഷേപ്ഡ് ഇൻ ടു എ കൈൻഡ് ഓഫ് ലൈഫ്. അപ്പം ആദ്യം തന്നെ ചോദിക്കുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യില്ലേ? വാട്ട് ഐ ഹാവ് ഷേപ്ഡ് ഇൻ ടു എ കൈൻഡ് ഓഫ് ലൈഫ്. ഞാൻ ഒരു തരത്തിൽ ഈ ജീവിതത്തിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ജീവിതം നിങ്ങൾ എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ഷേപ്പ് ചെയ്തു എന്ന് പറയുന്നത്? കാരണം ഒരുപാട് സ്ട്രഗിൾസും ഡിഫിക്കൽട്ടീസും ഒക്കെ അനുഭവിച്ച് വളരെ ഡെസ്പായിട്ട്, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇരുന്ന ഒരാളാണ് നമ്മുടെ പോയിറ്റ്. അപ്പം ആ ഒരു അവസരത്തിൽ ഒന്നും അവസാനിച്ചിട്ടില്ല, ഇനി എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള രീതിക്ക് തൻ്റെ ലൈഫ് ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു ക്ലേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഷേപ്പ് ചെയ്ത് പല രൂപങ്ങൾ ഉണ്ടാക്കും ഇല്ലേ? ഏറ്റവും സിമ്പിളായിട്ട് രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ക്ലേയിലൂടെ. അപ്പം അത്തരത്തിലൊരു ക്ലേ പോലെ തന്നെയാണ് ആ ഒരു ക്ലേൻ്റെ ടേം കൂടെ വരുന്നുണ്ട് കേട്ടോ, അതാണ് ഞാനത് കണക്ട് ചെയ്ത് പറഞ്ഞത്. അപ്പം തൻ്റെ ലൈഫ് തനിക്കിഷ്ടമുള്ള പോലെ ഒരു തരത്തിൽ ഒന്നങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ടല്ല, എ കൈൻഡ് ഓഫ് ലൈഫ് എന്നിവിടെ പറയുന്നുണ്ട് അല്ലേ? കൈൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ ഞാനിവിടെ ഒന്ന് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ വരില്ലേ, ആ ജീവിതം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വരില്ലേ എന്നാണ് ചോദിക്കുന്നത് വായനക്കാരെടുത്ത്. ഐ ഹാഡ് നോ മോഡൽ. എനിക്കങ്ങനെ മോഡലൊന്നുമില്ല. മോഡലിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് റോൾ മോഡലാണ്. അപ്പോൾ ആരെ നോക്കി, ആരെ കണ്ട് നിങ്ങളുടെ ലൈഫ് ഷേപ്പ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലും ഒരു റോൾ മോഡലായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഐ ഹാഡ് നോ മോഡൽ. എനിക്ക് അങ്ങനെ ഒരു മോഡലൊന്നും, റോൾ മോഡൽ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദാറ്റ് മീൻസ് ഞാൻ തന്നെയാണ് എൻ്റെ മോഡൽ എന്നുള്ള രീതിക്കാണ് പോയിട്ട് പറയുന്നത്. ബോൺ ഇൻ ബേബിലോൺ both non-white and woman, what did I see to be except myself. ഞാൻ ജനിക്കുന്നത് ബാബിലോണിലാണ്. അതിനർത്ഥം ബാബിലോണിൽ ജനിച്ചു എന്നല്ല കേട്ടോ, റിയൽ ആയിട്ട് ബാബിലോണിലല്ല ജനിച്ചിരിക്കുന്നത്. നമ്മുടെ പോയത്തിൽ പറയുന്നതാണ് അങ്ങനെ. ബാബിലോണിൽ ജനിച്ച ഒരാളാണ് ഞാൻ, പ്രത്യേകിച്ച് ഞാൻ നോൺ വൈറ്റ് ആണ്, ഒരു വുമൺ ആണ്. അപ്പം അവിടെ ഇതിനപ്പുറത്തേക്ക് ഞാൻ എന്നെ തന്നെയല്ലേ കാണണ്ടേ, അല്ലാതെ ഞാൻ എന്താ കാണണ്ടേ എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ് ചോദിക്കുന്നത്. ഇതില് ബാബിലോൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബൈബിളിൽ പറയുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പൊ ജൂതന്മാരെ തൻ്റെ ആ ഒരു ജന്മനാട്ടിൽ നിന്നും, ജെറുസലേമിൽ നിന്നും ബാബിലോൺ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കാണ് നാട് കടത്തിയത്. അപ്പൊ നമ്മുടെ ആ ഒരു പ്ലേസിൽ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നാട് കടത്തപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആണോ? അവിടെ അല്ല, നമ്മൾ അവിടെ ഹാപ്പി അല്ല അല്ലെ? അപ്പൊ അത്തരം സ്ഥലത്ത് അവർ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് വിഷമങ്ങൾ ജ്യൂസ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് നമ്മുടെ പോയിന്റിനെയും ഇതേപോലെ നാട് കടത്തപ്പെട്ട ഒരാളായിരുന്നു. ആഫ്രിക്കയിൽ അവർക്ക് ജീവിക്കാൻ പറ്റാതെ അവർ അമേരിക്കയിലേക്ക് വന്നതായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നാട് കടത്തപ്പെട്ട ഒരാളാണ് താൻ എന്ന് കാണിക്കാനാണ് ഇവിടെ ബാബിലോൺ എന്ന് പറയുന്ന പ്ലേസ് കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ നാട് കടത്തപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ, പ്രത്യേകിച്ച് നോൺ വൈറ്റ് ആണ് അല്ലെ, വൈറ്റ് അല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പൊ നോൺ വൈറ്റ് ആണ്, അത് മാത്രമല്ല ഒരു സ്ത്രീ കൂടിയാണ്. അപ്പൊ പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് അല്ലെ? ദെൻ അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ, ഇങ്ങനെയുള്ള സമയത്ത് വാട്ട് ഡിഡ് ഐ സീ ടു ബി എക്സെപ്റ്റ് മൈ സെൽഫ്, ഞാൻ എന്നെ തന്നെ അല്ലാതെ, എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള രൂപം അതല്ലാതെ ഞാൻ വേറെ എന്താ കാണണ്ടേ, എനിക്കൊന്നും അവിടെ കാണാൻ സാധിക്കുന്നില്ല, പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ അനുഭവിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ഐ മെയ്ഡ് ഇറ്റ് അപ്പ്, അങ്ങനെ ഞാൻ ഇത് മെയ്ഡ് ചെയ്തു എന്ന് പറയും. ഇവിടെ ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈഫിനെ തന്നെയാണ് കേട്ടോ. അപ്പം ഈ കാണുന്ന ലൈഫിനെ ഞാൻ എങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്, മെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ പ്രൗഡായിട്ട് പറയാണ് നമ്മുടെ പോയിറ്റ്. ഹിയർ ഓൺ ദിസ് ബ്രിഡ്ജ് ബിറ്റ്വീൻ സ്റ്റാർ ഷൈൻ ആൻഡ് ക്ലേ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബ്രിഡ്ജിലാണ്. ബ്രിഡ്ജ് ബിറ്റ്വീൻ എന്തിൻ്റെയൊക്കെ, ഇപ്പം നമ്മൾ രണ്ട് കരയുടെ നടുവിലായിരിക്കും ബ്രിഡ്ജ് ഉണ്ടാവുക അല്ലേ? ആ ഒരു പാലം എന്ന് പറയുന്നത് ആ ഒരു പുഴയിൽ കുറുകെ അതിൻ്റെ അറ്റത്തും ഒരു കരയുണ്ടായിരിക്കും, ഇപ്പുറത്തൊരു കരയുണ്ടായിരിക്കും. അങ്ങനെ അതിൻ്റെ നടുവിലാണ് ബ്രിഡ്ജ് നമ്മൾ സാധാരണ കാണാറുള്ളത്. അപ്പോൾ ഇവിടെ
നമ്മുടെ ബ്രിഡ്ജ് എന്തിൻ്റെയൊക്കെ നടുവിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? സ്റ്റാർ ഷൈൻ ആൻഡ് ക്ലേ. സ്റ്റാർ ഷൈൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ്. തൻ്റെ മുൻപിലുള്ള ആ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ അല്ലേ, അതിനെയാണ് ഇവിടെ ഈ ഒരു സ്റ്റാർ ഷൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ലേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ലൈഫിനെ അല്ലെ. പലതരത്തിലുള്ള സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൽ നിന്നെല്ലാം ഷേപ്പ് ചെയ്തെടുത്തതാണ് നമ്മുടെ ഇപ്പോഴുള്ള പോയിറ്റിന്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സ്റ്റാർട്ടിങ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ്ങിന്റെയും മുന്നിൽ കിടക്കുന്ന ആ ഒരു വലിയൊരു ഭാവി അല്ലെ, ശോഭനമായിട്ടുള്ള ഒരു ഭാവി എന്നൊക്കെ പറയാം നമുക്ക്. അപ്പൊ ആ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിന്റെയും നടുവിലാണ് താനിപ്പോ നിൽക്കുന്നത്. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, പതുക്കെ പതുക്കെ ഇങ്ങനെ കയറി പോവാണ് ലൈഫിലേക്ക്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൈ വൺ ഹാൻഡ് ഹോൾഡിങ് ടൈറ്റ് മൈ അതർ ഹാൻഡ്. ഞാൻ ഇവിടെ എൻ്റെ ഒരു കൈ വേർഡ് നിങ്ങൾക്ക് കാണില്ല എന്ന് വെച്ചിട്ട് ഞാൻ അത് ഒന്ന് മാച്ച് കളഞ്ഞു കേട്ടോ. ഓക്കെ, മൈ അതർ ഹാൻഡ് മൈ വൺ ഹാൻഡ് ഹോൾഡിങ് ടൈറ്റ് മൈ അതർ ഹാൻഡ്. അപ്പം കുറച്ചുകൂടി പ്രൗഡായി, ഇങ്ങനെ ഒരു ക്ലേ പോലെ ഷേപ്പ് ചെയ്ത് നല്ല രീതിക്കുള്ള ഒരു ജീവിതം എനിക്കിപ്പോൾ ഉണ്ട്. എൻ്റെ മുന്നിലാണെങ്കിൽ സ്റ്റാർ ഷൈനിങ് എന്ന് പറയുമ്പോൾ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ എൻ്റെ മുൻപിലുണ്ട്, അതിൻ്റെ നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ ഒരു കൈയും എൻ്റെ തന്നെ മറ്റൊരു കൈയും സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ്. നമ്മളെപ്പോഴാ അങ്ങനെ നമ്മളൊന്ന് നമ്മുടെ രണ്ട് കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നത്, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അല്ലേ. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ വേറൊരാളുടെ കൈകൾ എനിക്ക് വേണ്ട, സപ്പോർട്ടിന് വേണ്ട, എൻ്റെ സ്വയം രണ്ട് കൈകൾ ഞാനിങ്ങനെ ചേർത്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ്, ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ്. കം സെലിബ്രേറ്റ്, വരൂ എൻ്റെ കൂടെ ഈ ഒരു ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് നമ്മളെ പോയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വിത്ത് മീ ദാറ്റ് എവറി ഡേ something has tried to kill me and has failed. ഇവിടെ പറയുന്നത് പല കാര്യങ്ങളും എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, തളർത്താൻ ശ്രമിച്ചു. ഇവിടെ കില്ല് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് തളർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഹാസ് ഫെയിൽഡ്. പക്ഷെ അതെല്ലാം എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? ഫെയിൽ ചെയ്തിട്ടേ ഉള്ളൂ, പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം അത്രയും സ്ട്രോങ് ആണ് ഞാനിപ്പോൾ. എൻ്റെ മുന്നിലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എന്നെ ഇപ്പോഴും നശിപ്പിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഡെയിലി ലൈഫിലായാലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളൊന്ന് ഉയർന്നു എന്ന് കാണുമ്പോഴേക്കും അതിനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ റിലേറ്റീവ്സ് വരെ അതിന് തയ്യാറായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്, ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും തളർന്നിട്ടില്ല എന്ന് കാണുമ്പോൾ എന്നെ കില്ല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്നെ ഒന്ന് ഡിസപ്പോയിന്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അവരൊക്കെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം ഞാനിപ്പോൾ അത്രയും സ്ട്രോങ് ആയി, ഇനി എന്നെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു രീതിക്കാണ് നമ്മുടെ കവിത അവസാനിക്കുന്നത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സമ്മറി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം. ഇനി ഇതിൽ നെക്സ്റ്റ് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ദ പോയം ഈസ് റിട്ടൺ വിതൗട്ട് എനി ക്യാപിറ്റൽ ലെറ്റർ. നമ്മുടെ ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് ഒരു ക്യാപിറ്റൽ ലെറ്റർ പോലും ഇല്ലാതെയാണ് നമ്മുടെ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. നിങ്ങൾ നോക്കിയേ, ഈവൻ ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ലേ, ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലം വരെ, ഈ ഒരു സ്ഥലം വരെ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? സ്മോൾ, ഫസ്റ്റ് ലെറ്റർ മസ്റ്റ് ബി ക്യാപിറ്റൽ ലെറ്റർ എന്നൊക്കെ നമ്മൾ പറയും കവിത സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെ. കവിത സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്ലേസിന്റെ പേര് പറയുമ്പോൾ ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്റർ വേണമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഈവൻ ഐ അല്ലേ, നമ്മൾ കവിതയുടെ ഇടയിലാണെങ്കിലും ഐ ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം? അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതാറുള്ളത്. അപ്പം അങ്ങനെ ഒന്നും യൂസ് ചെയ്യാതെ, ഒരു ക്യാപിറ്റൽ ലെറ്റർ പോലും ഇല്ലാതെയാണ് നമ്മുടെ കവിത എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കവിതയിൽ ഒരു കോമ, പിന്നെ ഫുൾ സ്റ്റോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഷീ ഹാസ് സ്റ്റാർട്ടഡ് ദ പോയം വിത്ത് എ സ്മോൾ ലെറ്റർ. ഇൻ ദി സെക്കൻഡ് ലൈൻ ഷീ യൂസസ് ഐ ഇൻസ്റ്റെഡ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ഐ ഫോർ ദി പേഴ്സണൽ പ്രൊനൗൺ. ദാറ്റ് മീൻസ് ഷീ ഹാസ് യൂസ്ഡ് ടിപ്പോഗ്രാഫിക്കൽ ഡീവിയേഷൻസ് ഇൻ ഹെർ പോയം. അപ്പോൾ ഇതിൽ എല്ലാം തന്നെ സ്മോൾ ലെറ്റർ ആയിട്ടും ഒക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഇതിൽ പറയുന്നത് പോയറ്റിക് ഡിവൈസുകളാണ്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് 2 പോയറ്റിക് ഡിവൈസ് ആണ്. ഒന്ന് അസോണൻസും 2 മെറ്റഫറും ആണ്. അസോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഇൻ വിച്ച് സെയിം വവൽ സൗണ്ട് റിപ്പീറ്റ് വിത്തിൻ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. എക്സാമ്പിൾ, എ കൈൻഡ് ഓഫ് ലൈഫ്. എ കൈൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അല്ലേ, ഒരു ലൈനിൽ തന്നെ വരുന്നതാണ്. എ കൈൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടു, ദേ ഇവിടെ ഉണ്ട് കേട്ടോ.
എ കൈൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നതിൽ തന്നെ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. വവൽ ലെറ്റേഴ്സ് അല്ല, വവൽ സൗണ്ട് കേട്ടോ. സെയിം വവൽ സൗണ്ട്. കൈൻഡ്, കൈ, ഐ സൗണ്ട് അവിടെ വന്നില്ലേ? ലൈഫ്, ലൈ, അവിടെ ഐ സൗണ്ട് വന്നില്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ അസോണൻസ് എന്ന് പറയുക. ഒരൊറ്റ വരിയിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനിടയിൽ തന്നെ സെയിം വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അസോണൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അസോണൻസ് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മെറ്റഫർ ആണ്. ഇവിടെ മെറ്റഫർ എന്ന് പറയുന്നത് ഇവിടെ അത് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുക. കമ്പയറിംഗ് ദി ഡെവലപ്മെന്റ് ഓഫ് ഹെർ പേഴ്സണാലിറ്റി ആൻഡ് മോറൽസ് ടു ദി ഷേപ്പിംഗ് ഓഫ് സംതിങ് ഔട്ട് ഓഫ് ക്ലേ. അപ്പം ഇവിടെ ഒരു ക്ലേ നമ്മൾ എങ്ങനെയാണോ ഷേപ്പ് ചെയ്തെടുക്കുക അതായിട്ട് തന്നെ തൻ്റെ ലൈഫ് അങ്ങനെ തന്നെ ഷേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. തൻ്റെ പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ ഷേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പോലെ എന്ന് വന്നിരുന്നെങ്കിൽ, ലൈക്ക് എന്ന് വന്നിരുന്നെങ്കിൽ അത് സിമിലി ആയേനെ. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ക്ലേ നമ്മൾ എങ്ങനെയാണോ ഷേപ്പ് ചെയ്തെടുക്കുന്നത് അത് തന്നെയായിട്ട്, അതുപോലെ തന്നെയായിട്ട് തൻ്റെ ലൈഫും ഷേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അത് തന്നെയായിട്ടാണ് പറയുന്നത്, അല്ലാതെ ഒരു സിമിലി ലൈക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. അപ്പം അതൊരു മെറ്റഫറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കവിതയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കമന്റ് ഓൺ ദി ഫോംസ് ഓഫ് ദി പോയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കവിതയുടെ രൂപത്തെ പറ്റി നമ്മളോടൊന്ന് എങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഒരു മോഡേൺ സോണറ്റ് ആണ്. ട്രഡീഷണൽ സോണറ്റിൻ്റെ യാതൊരു കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മോഡേൺ സോണറ്റ് എന്ന് തന്നെ വിളിക്കാൻ കാരണം 14 വരികളുണ്ട്. വേറെ തരത്തിലുള്ള നോംസ് കാര്യങ്ങളൊന്നും ഇതിൽ ഫോളോ ചെയ്തിട്ടില്ല സോണറ്റിൻ്റെ. പിന്നെ ഇതിൽ എന്താ പറയുക, ഫ്രീ വേഴ്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഫുള്ളിൽ എന്താ പറയുക, സ്മോൾ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. ക്യാപിറ്റൽ ലെറ്റർ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഈവൻ ആ ഒരു പ്രോനൗൺ ആയിട്ടുള്ള ഐ പോലും ഇവിടെ ഞാൻ നോട്ടിൽ പി എന്നാണ്, അത് എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആണ്, ഐ ആണ് കേട്ടോ. അപ്പോൾ പ്രോനൗൺ ആയിട്ടുള്ള ഐ പോലും ബാബിലോൺ എന്ന് പറയുന്ന പ്ലേസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ബി എല്ലാം തന്നെ സ്മോൾ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കവിതയുടെ പ്രത്യേകതകളാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഡസ് ദ ഫ്രേസ് എ കൈൻഡ് ഓഫ് ലൈഫ് സജസ്റ്റ്. എ കൈൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണ് ഞാൻ പറഞ്ഞു, ഒരു തരത്തിലുള്ള ഒരു ജീവിതം, അല്ലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫല്ല, ഒരു തരത്തിൽ ആ ഒരു ജീവിതത്തെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ആ ഒരു ലൈഫിലേക്കാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ ദ ഫ്രേസ് എ കൈൻഡ് ഓഫ് ലൈഫ് സജസ്റ്റ് ഷീ വാണ്ട് നോട്ട് ഫുള്ളി ഹാപ്പി വിത്ത് ഹെർ ലൈഫ്. അവളുടെ ലൈഫുമായിട്ട് അവൾ ഫുള്ളി ഹാപ്പി ആണോ, സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു സമയത്ത് കൂടി നമ്മുടെ പോയിന്റ് എന്ത് ചെയ്യാണ്, അതിനെ ഷേപ്പ് ചെയ്ത് വെക്കുകയാണ്, തൻ്റെതായിട്ടുള്ള രീതിക്ക് അതിനെ ഷേപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതൊരു പെർഫെക്റ്റ് ലൈഫ് അല്ല. സോ ദാറ്റ്സ് വൈ അതിനൊരു കൈൻഡ് ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. She just survived in the midst of discrimination and racism. She was an African American and a woman, and both these facts made her life not an easy one. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്നാമത് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആണ്, ഒരു വുമൺ ആണ്. അപ്പോൾ അവിടെ ഒരു റേസിസം, ജെൻഡർ ഇനീക്വാളിറ്റി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതൊക്കെ ആ സ്ട്രഗിൾസ് ഒക്കെ ഇങ്ങനെ അതിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരാളാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു ലൈഫല്ല ലെഡ് ചെയ്യുന്നത്. സോ ഷീ ഷേപ്ഡ് എ കൈൻഡ് ഓഫ് ലൈഫ് വിച്ച് വാസ് നോട്ട് ഐഡിയൽ ബട്ട് ഷീ ഹാഡ് ടു ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്. അപ്പോൾ യാഥാർത്ഥ്യമല്ലാത്ത ഒരു ലൈഫ്, ഒരു തരത്തിലുള്ള ഒരു ലൈഫ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിന്നീട് സാറ്റിസ്ഫൈഡ് ആവുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ദ കനോട്ടേഷൻ ഓഫ് ദി ലൈൻ ഐ മെയ്ഡ് ഇറ്റ് അപ്പ്. ഐ മെയ്ഡ് ഇറ്റ് അപ്പ് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ കനോട്ടേഷൻ ഓഫ് ദ ലൈഫ് ഐ മെയ്ഡ് ഇറ്റ് അപ്പ് ഈസ് ദാറ്റ് ദ ലൈഫ് ഷീ ലിവ്ഡ് വാസ് സംതിങ് ദാറ്റ് ഷീ മെയ്ഡ്. അപ്പോൾ ഐ മെയ്ഡ് ഇറ്റ് അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് അവൾ അത് നേടിയെടുത്തു, ഞാൻ അതിനുണ്ടാക്കി എന്ന് പറയുന്നതാണ്. അപ്പോൾ പലതരത്തിലുള്ള സ്ട്രഗിൾസിൽ നിന്ന് കടന്നു വന്ന് തനിക്കിഷ്ടമുള്ള രീതിക്ക് അത് മെയ്ഡ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ ഫേസ് സോ മെനി ചാലഞ്ചസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻസ് ഷീ ഹാഡ് ടു മാനേജ് ഹെർ ലൈഫ് ആൻഡ് സോ ഷീ സംഹൗ മെയ്ഡ് ഇറ്റ് അപ്പ് ഓൾ ദോ ഇറ്റ് വാസ് നോട്ട് ബെസ്റ്റ് കൈൻഡ് ഓഫ് ലൈഫ്. പെർഫെക്റ്റ് അല്ലെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ലൈഫ് മെയ്ഡ് ചെയ്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫ്രേസ് ബിറ്റ്വീൻ സ്റ്റാർ ഷൈൻ ആൻഡ് ക്ലേ. നമ്മൾ പറഞ്ഞു അല്ലേ, സ്റ്റാർ ഷൈനും ക്ലേ എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജിലാണ്, അതിൻ്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജിൽ അല്ലെ, അതിന് രണ്ടിൻ്റെ നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ ചോദിക്കുന്നത്. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫ്രേസ് ബിറ്റ്വീൻ സ്റ്റാർ ഷൈൻ ആൻഡ് ക്ലേ ഈസ് ദാറ്റ് ഇറ്റ് റിമൈൻഡ് അസ് ദ ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സ്. ക്ലേ സ്റ്റാൻഡ്സ് ഫോർ ദി ക്രിയേഷൻ ഓഫ് മാൻ. ക്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രിയേഷനാണ്. ഞാൻ പറയാം, ക്ലേ പോലെ ക്രിയേറ്റ് ചെയ്ത് ലൈഫിനെ ഉണ്ടാക്കി. ബോത്ത് ദിസ് മെഗാ ഇവന്റ്സ്, ദ ക്രിയേഷൻ ഓഫ് ദി യൂണിവേഴ്സ് and the creation of the atom from clay, are described in detail in the book of
ജെൻസിസ് ഇൻ ദ ബൈബിൾ. അപ്പോൾ ഇത് ബൈബിളിൽ വരുന്ന 2 ടേംസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്താ പറയുക, സ്റ്റാർ ഷൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അതൊരു 2ഉം ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലേ നമ്മുടെ ഒരു മനുഷ്യന്മാരുടെ ഒരു എന്താ പറയുക ക്രിയേഷനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് 2നും നടുവിലാണ് നമ്മുടെ പോയിറ്റ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ പാഠഭാഗത്തിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾക്ക് പാഠഭാഗം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ചാപ്റ്റേഴ്സ് കാണാനായിട്ട് കലൈഡോസ്കോപ്പിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നോക്കാനായിട്ട് ശ്രമിക്കാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.